ആരുമില്ല. ഏതാണ് ഈ അമണ്ട സാധനം? ഗുഡ് മോർണിംഗ് എവരിബഡി. ഹലോ, ഇങ്ങോട്ട് വരൂ. ഞാൻ അവിടുത്തെ മീനാ, പക്ഷെ എന്റെ അസിസ്റ്റന്റ്. मैं अन्ना करीना फ्रॉम मैं मुंबई. उन्नी. मैं मोहिनीअट्टम सीखने के लिए आई हूँ. ഏതോ സിക്കുകാരൻ പറഞ്ഞു വെച്ചാൽ മോഹിനിയാണെന്ന് തോന്നുന്നു. बोलिए बोलिए. इधर मोहिनीअट्टम सिखाएंगे क्या? जरूर सिखाएगा. आइए. कुचिपुड़ी, മോഹിനിയാട്ടം, ഭരതനാട്യം सब आता है. എന്ത് കുന്താണോ ഈ കൊച്ചു പറയണത്? ബോംബെന്ന് മോഹിനിയാട്ടം പഠിക്കാൻ വന്നിരിക്കുക. ഹിന്ദിക്കാരിയാ. അപ്പൊ ഹിന്ദിയിലാണ് ഈ കൊച്ചു മോഹിനിയാട്ടം പഠിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാരും ഹിന്ദി പഠിക്കേണ്ടി വരുമല്ലോ. അതിനെന്തിനാണ് ഹിന്ദി പഠിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞിട്ട് ഹിന്ദിയിൽ ആക്ഷൻ കാണിച്ച പോരെ. हाय ब्लैक मैन. मैं भी black हूँ. हाय. ഞാനും നീ black ഒന്നുമല്ല, നീ white ആ. ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടാണ് ഇപ്പൊ ഒന്നുമല്ല, നീ already white ആ. देखिए अन्ना जी, ये काला नहीं है, ये गोरा है. He is white. He is not black. അല്ല No, no, no. നീ വൈറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. കള്ളം പറയരുത്. നീ കള്ളം പറയാണ്. നീ Cheap, വൈറ്റ് തന്നെയാണ്. cheap ആവരുത്, ഞാൻ പറഞ്ഞേക്കാം. നിന്റെ പഴയ പണ്ട് വരെയുള്ള സ്വഭാവമാണ്. രാമത്തിൽ വരുമ്പോ cheap ആയിട്ട് പെരുമാറണം. प्लीज. നീ തന്നെ സംശയം. അച്ഛൻ വന്നല്ലോ, അച്ഛൻ വന്നല്ലോ. അച്ഛൻ പറയട്ടെ, ഞാൻ കാര്യം പറയാം. അച്ഛൻ സത്യം പറയൂ. അച്ഛോ, ഇവൻ ബ്ലാക്കോ വൈറ്റോ? അച്ഛൻ പറയട്ടെ. ഇവൻ വൈറ്റാ. ഇനി അച്ഛൻ പൊക്കോ. എടാ അടിച്ചു മൂളിക്കും ഞാൻ. എടാ കന്ന് കളിച്ചാ കൊള്ളാം, കാള കളിക്കരുത്. ഇത്രയും കാലായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ. നിങ്ങൾ മാറി നിന്നേ, മാറി. ആ കുട്ടി എവിടെ നിന്നേ? കുട്ടി ഏതാ? അച്ചോ, ഇതാണ് അന്ന കരീന. ബോംബെന്ന് മോഹിനിയാട്ടം പഠിക്കാൻ വന്നതാണ്. ഹിന്ദിക്കാരിയാണോ? മലയാളം അറിയാൻ പാടില്ല. മലയാളം അറിയാൻ പാടില്ലേ? എങ്കിൽ വിഷമിച്ചു പോലോ. അതൊരു പ്രശ്നമാവില്ല അച്ഛോ. എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാലോ, ഞാൻ മാനേജ് ചെയ്തോളാം. മാനേജ് ചെയ്യാൻ നീ കുട്ടിയുടെ മാനേജർ? ബേട്ടി, കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് മോഹിനിയാട്ടം കുച്ചുനഹി. ഇല്ല ഫാദർ, എനിക്ക് മലയാളം അറിയാം. എന്റെ മദർ ടങ് മലയാളമാ, പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാ. അപ്പൊ പിന്നെ ഹിന്ദി സംസാരിച്ചാ പോരെ? അത് വേണ്ട, മലയാളത്തിലൊക്കെ സംസാരിച്ചു. നിർത്ത്. വിശ്വസിച്ച് ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇവിടെ ഒരാളെ ഉള്ളൂ. ഞാനായിരിക്കും. ഞാനും. ഞാനല്ലോ അച്ഛോ. ജോലിയായി. ഷിറ്റി, കുട്ടി ദേ അങ്ങോട്ട് പോയിക്കോളൂ. Excuse me. നിങ്ങൾ ഇപ്പൊ കാണിച്ച ഈ കളിയൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഒന്ന് ഓർത്തോ, കാസിംബായിയുടെ കേസന്വേഷണം അവസാനിച്ചിട്ടില്ല. അത് ശരി, അതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. വല്ലാണ്ട് സന്തോഷിക്കണ്ടടാ. ബ്ലാക്ക് മാൻ അപ്പച്ചൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൊച്ചാൻറ്റിയാണ് പോലും, കൊച്ചാൻറ്റി. ആ വെളുപ്പല്ലേ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ, സൗന്ദര്യം വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ. പണിയുണ്ട്. നമ്മുടെ അടുത്ത കളി എടുക്കാം. പോരാ, ഒരു കോട്ടൂടെ വേണ്ടി വരും. ബ്രഷ് ശരിയല്ല, അതാ വെളുക്കാതെ. ഉമ്മയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ
ഫൈസൽ. ഉമ്മ, ഇത് ഫൈസൽ മുഹമ്മദ്. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ. കാസിമിക്കയുടെ കേസ് അന്വേഷിക്കുന്നത് ഫൈസൽ. വരൂ ഫൈസൽ. എന്താ മോളെ, ഒരു പോലീസ് ഓഫീസറെയാണോ പേര് വിളിക്കുന്നത്? സാരമില്ലുമ്മ, പേര് വിളിച്ചുള്ള ശീലം റസിയക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ളതാ. എന്നാലും മുതിർന്നവരെ പേര് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ പഴഞ്ചൻ രീതിയല്ലേ ഉമ്മ. ഇപ്പൊ സോറിയിടാ, വരട്ടേടാ എന്നൊക്കെ എല്ലാരും പരസ്പരം വിളിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി മോന് ചായ എടുക്കാം. വരൂ ഫൈസൽ. അന്ന കരീന. ആ. മറുപടി എന്താ ചിരിയിൽ ഒതുക്കി കളഞ്ഞത്? അന്ന കരീന എന്ന പേരിൽ മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി കലാദർശനയിലേക്ക് പോയതിന്റെ പിന്നിൽ എന്തെങ്കിലും? ഏയ് നത്തിങ്. കാസിമിക്കയുടെ മരണം കൂടി കഴിഞ്ഞപ്പോ ഉമ്മ ആകെ അപ്സെറ്റായി. ഈ അവസ്ഥയിൽ ഉമ്മയെ തനിച്ചാക്കി മുംബൈയിലേക്ക് മടങ്ങി പോവാനും കഴിയുന്നില്ല. അപ്പൊ പിന്നെ എന്റെ ഡാൻസ് പ്രാക്ടീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്നും കരുതി. ഞാൻ കാദർബായിയുടെ മകളാണെന്നും പറഞ്ഞ് കലാദർശനയിലേക്ക് ചെന്ന അവരെന്നെ സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ റസിയ അന്ന കരീനയായി. അതിന്റെ കൂടെ കാസിമിക്കയുടെ മരണത്തിന്റെ നിജസ്ഥിതി അറിയാൻ ചെറിയൊരു അന്വേഷണവും ഒരു വട്ടാണെന്ന് കൂട്ടിക്കോ. അപ്പോ ഞാൻ ഈ അന്വേഷണം നിർത്തി തിരിച്ചു പോകേണ്ടി വരുമോ? ചിലപ്പോ വേണ്ടി വരും. എന്റെ കാസിമിനെ കൊന്നോരെ വെറുതെ വിടരുത് മോനെ. ഇല്ലുമ്മ, അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനു മുമ്പ് എനിക്ക് ഉമ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ആ അടുത്തളത്ത് കണ്ട, ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുന്നു. നീ എന്താ ഇത്ര സീരിയസ്? ഞാൻ ഹീറോ ആയതുകൊണ്ട്. അതെ, ദേ മിമിക്രി പഠിക്കാൻ വേറൊരു പോലീസുകാരന് വന്നാണ്. പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? കലാദർശനയിൽ ഷൈൻ ചെയ്താൽ സിനിമയിൽ കയറി പറ്റാൻ എളുപ്പമാണെന്നാ ഇവരുടെ വിചാരം. വരട്ടെ. ആ MCSI പോലെ മസിൽ പിടിച്ച് വരികയാണെങ്കിൽ ഇവനും കൊടുക്കണം ഒരു പണി. അത് ശരിയാ. ഇവനെ മിമിക്രി പഠിപ്പിക്കാം. കണ്ട, ഇവനും മറ്റവനെ പോലെ തന്നെ. വെൽക്കം സർ. യെസ്, നമസ്കാരം. കലാദർശനയിലെ മിമിക്രി കലാകാരന്മാരാ. അതെ, ഞങ്ങൾ തന്നെ. ആട്ടെ, ഫാദർ ഉണ്ടോ? ഫാദർ ഉണ്ടോയിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടാറില്ല. ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഈ ഹ്യൂമറും മിമിക്രിയൊക്കെ എനിക്ക് പണ്ടേ താല്പര്യം. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. സാറിന്റെ വരവിന്റെ ഉദ്ദേശം കൊച്ചാന്റെ ഞങ്ങളോട് പറഞ്ഞു. സാറിന് മിമിക്രി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ആദ്യം ഞങ്ങളുടെ സിറ്റി മോളെ കണ്ട് പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം. ആ ജയന്റെ മസിൽ പിടുത്തൊന്നും വേണ്ട. ഏറെയാ പുല്ലേ. സുരേഷ് ഗോപി, സുരേഷ് ഗോപി. അതെ, ഈ ഷൗട്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ പുല്ല് എന്നുള്ള വിളിക്ക് പുള്ളിങ് പോലെ. അതെ, ഈ ബോഡി ഒന്ന് സ്വിംഗ് ചെയ്യണം. ദേ ഇങ്ങനെ ഒന്ന് ട്രെയിൻ മാറി. ചെയ്യണം. ആദ്യം ഈ തൊപ്പി യൂണിഫോം ഒക്കെ ഒന്ന് അഴിച്ചു വെക്ക്, അല്ലെങ്കിൽ ചുളി ഞാൻ കാണിച്ചു തരാം. അതായത് കുണ്ടി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലടാ, ഒറിജിനലാ. എന്താടാ, പോലീസിനോടാണോ നിന്റെയൊക്കെ കളി? സ്റ്റേജിൽ കയറി ഇന്ന് മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ ഒക്കെ തള്ളക്കും തന്തക്കും വിളിക്കുന്ന പോലെ എന്നോട് കളിച്ചാലുണ്ടല്ലോ, ചവിട്ടി നിന്റെയൊക്കെ നട്ടലൊടിക്കും. ശരിക്കുള്ള നിന്നോട് ആരാ പറഞ്ഞത് ഇയാള് മിമിക്രി പഠിക്കാൻ വന്നതാണ്? ഒരു ഊഹം. മേലാൽ ഊഹിക്കരുത്. എന്താ സാറേ, എന്താ പ്രശ്നം? താങ്കളാണല്ലേ ഫാദർ തറക്കണ്ടം? അതെ, എന്താ കാര്യം? കാസർഗോഡ് കാസിം ഭായി കൊല്ലപ്പെട്ടത് ഫാദറിന് അറിയില്ലേ? അറിയാം, പക്ഷെ എന്റെ പിള്ളേർക്ക് അതിലൊരു പങ്കുമില്ല. പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഫാദർ അല്ല, പോലീസാ. സാറേ, പണ്ട് ഖാദർ ഭായിയെയും മകൻ കാസിം ഭായിയെയും പോലീസിന് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എന്റെ പിള്ളേര് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ജയിലിൽ കയറി കാസിം ഭായിയെ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എന്റെ കുട്ടികൾക്ക് ഇല്ല സാർ. അവര് നിരപരാധികളാണ്. ഒരു പുരോഹിതന്റെ റിക്വസ്റ്റ് തള്ളിക്കളയുന്നില്ല, പക്ഷേ അന്വേഷണം കഴിയുന്നത് വരെ ആരും ഈ സിറ്റി വിട്ട് പുറത്തുപോകാൻ പാടില്ല. വിളിച്ചാൽ ഉടൻ സ്റ്റേഷനിൽ വന്നിരിക്കണം.